ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. പക്ഷേ ശബരിമല വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തുകയും വേണം. അപ്പോൾ എന്താണ് മാർഗം? മാർഗങ്ങൾ മറ്റൊന്നുമല്ല, സഭയിൽ അലമ്പുണ്ടാക്കുക, സഭയിൽ ബഹളം വയ്ക്കുക. സ്വാഭാവികമായും സഭയിൽ ബഹളം വച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ വലിയ തോതിൽ സംസാരിക്കാൻ കഴിയും. മാധ്യമങ്ങളാകട്ടെ പ്രതിപക്ഷത്തെ നോവിക്കുന്ന ചോദ്യങ്ങളൊന്നും തിരികെ ചോദിക്കുകയുമില്ല. സഭയിലാണെങ്കിൽ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടി വരും. മന്ത്രിമാരുടെ കൈകളിൽ നിന്ന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ കൈകളിൽ നിന്ന് നല്ല കൗണ്ടറുകൾ കിട്ടും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സഭയിൽ ബഹളം വച്ച് അലമ്പുണ്ടാക്കി അഴിഞ്ഞാടി സഭയ്ക്ക് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വർത്തമാനം പറയുന്നത്. മാധ്യമങ്ങൾ നോവിക്കുകയില്ല എന്ന് പ്രതിപക്ഷത്തിന് ഉറപ്പുണ്ട് താനും. അതാണ് ഇന്നലെ സഭയിൽ സംഭവിച്ചത്. ഇന്നും അതിന്റെ തുടർച്ചയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ ഇന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ മറുപടി പറയുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ന് സഭയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നൃപൻ, ഗുഡ് മോർണിംഗ്. സഭയിൽ ഇന്നലത്തതിന്റെ ബാക്കി നടത്താനാണോ ഇന്നും പ്രതിപക്ഷത്തിന്റെ തീരുമാനം? ആ രീതിയിൽ സഭ അലങ്കോലപ്പെടുത്തി സ്തംഭിപ്പിക്കുക, അതാണോ ഇന്നും അവരുടെ തന്ത്രം? ആദ്യം വെരി ഗുഡ് മോർണിംഗ് മനു തന്നെ മുഖവരയായി പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങൾ. നാം ഏവരും പ്രതീക്ഷിക്കുന്നതും പ്രതിപക്ഷത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും ഇന്നും നിയമസഭയിൽ ഉണ്ടാവുക. കാരണം എന്തുകൊണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും സംസ്ഥാനം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, കേന്ദ്രത്തിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുന്നു, സംസ്ഥാനത്ത് ജനങ്ങൾ പൂർണ്ണമായി ബഡ്ജറ്റിനെ സ്വീകരിക്കുന്നു, പ്രതിപക്ഷത്ത് നിന്ന് അവരെ അനുകൂലിക്കുന്ന എന്നും ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പോലും ബഡ്ജറ്റിനെ പ്രശംസിച്ചുകൊണ്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. എഡിറ്റോറിയൽ പേജിൽ പോലും ചില പത്രങ്ങൾ ഈ സാമ്പത്തിക ഈ പ്രതിസന്ധിക്കിടയിലും കൃത്യമായ ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന കാര്യം വർത്തമാന പത്രങ്ങൾ പോലും അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നു. ചില പത്രങ്ങൾ ഓൺലൈനിൽ അവർ നടത്തിയ സർവേയിൽ 89-90% ജനങ്ങളും ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുന്നു. തുടർന്ന് അവർ തന്നെ ആ സർവേ മുക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന ദിശ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിക്കൽ 3 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ മോഹന വാഗ്ദാനങ്ങൾ മാത്രമല്ല, ചിട്ടയായ ഒരു സാമ്പത്തിക ഘടനാപരമായ ഏറ്റവും നല്ല ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റാണ് കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങൾ, വരുമാനത്തിൻ്റെ തനത് നികുതി വരുമാനത്തിലെ വർധനവ്, എന്നാൽ ജനങ്ങളെ മേൽ ഒരു തരത്തിലുള്ള ഭാരവും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത്തരമൊരു ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിൽ ആ ബഡ്ജറ്റ് സംസ്ഥാന നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒളിച്ചോട്ടം. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിന് ശേഷം സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കേന്ദ്രത്തിൻ്റെ സമ്പൂർണ്ണമായ അവഗണനയിൽ കേരളം പ്രതിഷേധിക്കണം. ദില്ലിയിലടക്കം പോയി മന്ത്രിസഭാ അംഗങ്ങൾ, എം.പിമാരടക്കം ഒന്നിച്ച് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നു. തുടർച്ചയായി മന്ത്രിസഭയും LDFും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് തെളിയിക്കുന്നത് എന്താണ്? LDF പറഞ്ഞുകൊണ്ടിരുന്നത് അത് രാഷ്ട്രീയമല്ല, മറിച്ച് അത് വസ്തുതയാണ് എന്ന കേന്ദ്ര മന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിലൂടെ ആമയും ആമവോട്ടയും തേങ്ങയും മാത്രമായി ബഡ്ജറ്റ് മാറിയൊരു ബഡ്ജറ്റ് അത് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണ അംഗീകരിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം ആളിക്കത്തുന്നു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും BJPയും ഒന്നാണ്. ഇക്കാര്യത്തിൽ സർക്കാർ പറഞ്ഞതാണ് ശരി എന്ന ഒരു സാമൂഹ്യ വിലയിരുത്തൽ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിനതീതമായി ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യങ്ങളിലും രണ്ട് വിഷയങ്ങളിലും പ്രതിപക്ഷം പൂർണ്ണമായി സഭയിൽ പ്രതിക്കൂട്ടിലാകും എന്ന കാര്യം ഉറപ്പാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് പുറത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സാമ്പത്തികമായി, അതായത് കേരളത്തിൻ്റെ ഖജനാവ് പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നതാണ്. പക്ഷേ തനത് നികുതി വരുമാനത്തിലെ വർധനവ്, ധനക്കമ്മിയിലുണ്ടായ വ്യത്യാസം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചിട്ടയായ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാടും, ഇത് രണ്ടും സഭയിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ കണക്കുകൾ നിരത്തി ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും മന്ത്രിസഭയിലെ അംഗങ്ങളും ഭരണപക്ഷവും പ്രതിരോധിക്കും. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്ത് നടത്തുന്ന വാചക കസർത്തുകൾ നിയമസഭാ സമ്മേളനത്തിൽ സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിനോ പ്രതിപക്ഷ അംഗങ്ങൾക്കോ നടത്താൻ കഴിയില്ല. പൊളിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയാത്മകമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രിസഭയുടെ നിലപാടുകൾ സർക്കാർ സഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ പ്രതിക്കൂട്ടിലാകും. ഒപ്പം തന്നെ BJPയുടെ B ടീമായി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു. എല്ലാ വിഷയങ്ങളിലും BJPയെ പിന്തുണയ്ക്കുന്നു. അവിടെ നിന്ന് എന്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സർക്കാർ പ്രതിസന്ധിയിലായാൽ മതി, തങ്ങൾക്ക് ആ ഭരണ പ്രതിസന്ധിയിൽ അധികാരത്തിൽ വരണം എന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന രാഷ്ട്രീയ നിലപാട് കൂടി ഭരണപക്ഷം പറയും. എണ്ണി പറയുന്ന ഈ മുനകൾ മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോ പ്രതിപക്ഷ അംഗങ്ങൾക്കോ മറുപടി പറയാൻ കഴിയില്ല എന്ന നിലപാട് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെ കൂടി അടിസ്ഥാനത്തിൽ
പശ്ചാത്തലത്തിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ കേരളത്തിൻ്റെ വരും കാലത്തെ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമപ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടെ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകാതെ പ്രതിപക്ഷം ആ സഭയിൽ നിരന്തരമായ സംഘർഷത്തിന് വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലാണ് ചർച്ച. ഇന്നത്തോടുകൂടി ചർച്ച അവസാനിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ സഭയിലെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതോ കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ അവ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിലപാട്, സർക്കാരിൻ്റെ നിലപാട് പറയുക. ആ ചർച്ചയിൽ പൂർണ്ണമായി പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ വിഷയങ്ങൾ കൊണ്ടുവന്നു. നേരത്തെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കൊള്ള എന്ന വിഷയമാണ്. ആ വിഷയത്തിൽ സ്വാഭാവികമായി കോടതിയുടെ നേതൃത്വത്തിൽ SIT പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി തീരുമാനിക്കുന്നു, ഉദ്യോഗസ്ഥരെ കോടതി തീരുമാനിക്കുന്നു, കോടതി ഉത്തരവിടുന്നു. ഈ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി സമർപ്പിക്കേണ്ടത് കോടതിയിലാണ്. ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് ഏതൊരുവിധ സ്വാധീനം ചെലുത്താനോ ഏതൊരുവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു തരത്തിലുള്ള ബാധ്യതയുമില്ല. അങ്ങനെ സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ LDFും സർക്കാരും പറഞ്ഞതാണ് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ, ആരാണ് കുറ്റം ചെയ്ത് അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം, SITക്ക് പൂർണ്ണമായി പിന്തുണ എന്നതാണ് സർക്കാരും ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും പറഞ്ഞത്. ആ നിലപാടുമായി കോടതി അതിനെ സംഘത്തെ പൂർണ്ണമായി SIT സംഘത്തെ അന്വേഷണം പൂർണ്ണമായി തൃപ്തി രേഖപ്പെടുത്തുന്നു. പക്ഷേ അത് ഉയർത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് വരികയാണ്. അതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചോദ്യങ്ങളെ അവർ ഭയക്കുന്നുണ്ട്. നിയമമന്ത്രിയായിട്ടുള്ള P രാജീവ് അക്കമിട്ട ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന് മുന്നിൽ ചോദിച്ചത്. സോണിയാഗാന്ധിയും ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയും സ്വർണം കട്ടവനും സ്വർണം വിറ്റവനും ഒപ്പം തന്നെ 2 കോൺഗ്രസിൻ്റെ MPമാരും ഒന്നിച്ച് സോണിയാഗാന്ധിയെ എങ്ങനെയാണ് കാണാൻ പോയത്? ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ തയ്യാറാകുന്നില്ല? മറിച്ച് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഒരു ബഹളമുണ്ടാക്കുക, ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷമുണ്ടാക്കുക, സഭ പിരിച്ചുവിട്ട് പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം മാധ്യമങ്ങളെ കാണുന്നു. വളരെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകില്ല. അത് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ പരമാവധി തലോടുന്ന, അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുന്ന മാധ്യമങ്ങളായി, അതുപോലെ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങളായി വലതുപക്ഷ മാധ്യമങ്ങൾ മാറുകയും കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ മറുചോദ്യം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ മാധ്യമങ്ങളെ കാണുന്നത് അവസാനിപ്പിച്ച് മടങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്. കാരണം അദ്ദേഹം സഭയ്ക്കകത്തും പുറത്തും മറുചോദ്യങ്ങളെ ഭയക്കുന്നു. മറിച്ച് ഇക്കാര്യങ്ങളിൽ സംഘർഷമുണ്ടാക്കി വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കി നിലനിർത്തി കൊണ്ടുപോകാൻ മാത്രമേ UDFനും പ്രതിപക്ഷത്തിനും കഴിയുള്ളൂ. കാരണം LDF ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ബഡ്ജറ്റാണ്, കേന്ദ്ര ബഡ്ജറ്റ്, അതിലുള്ള കേരളത്തിനോടുള്ള അവഗണന, ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് സമ്പൂർണ്ണമായി ജനങ്ങൾക്കുള്ള പിന്തുണ. ഇവ രണ്ടും സഭയിൽ ചർച്ചയ്ക്ക് വരും എന്നതാണ് പ്രതിപക്ഷത്തെ അലട്ടുന്നത്. അതുകൊണ്ട് ഇന്ന് സ്വാഭാവികമായും ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇന്നും സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. സഭയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ ഇന്ന് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട 3ാമത്തെ ദിവസത്തെ സമ്പൂർണ്ണ ചർച്ച നടക്കും. ഭരണപക്ഷത്തെ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസവും അവർ സമഗ്രമായി ചർച്ചയിൽ പങ്കെടുത്തു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവർ എണ്ണി പറഞ്ഞു. ബഡ്ജറ്റിലെ ക്ഷേമപ്രവർത്തനങ്ങൾ അവർ എണ്ണി ചൂണ്ടിക്കാട്ടി. അതിനുശേഷം ഇന്ന് ധനമന്ത്രി മറുപടി പറയുകയും ചെയ്യും. ഇന്ന് സഭ സംഘർഷഭരിതമാക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തെ ഭരണപക്ഷം പൂർണ്ണമായി കഴിഞ്ഞ ദിവസം പ്രതിരോധിച്ചതുപോലെ പ്രതിരോധിക്കുകയും ചെയ്യും. ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം സ്പീക്കറുടെ ഡയസിലേക്ക് അവർ ചാടിക്കയറിയത്. മാത്യു കൊടനാടനും അൻവർ സാദത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രകോപനമുണ്ടായി. ഈ ബാനർ കെട്ടിയിരുന്ന വടിയുടെ ഒരു അറ്റം കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ തല്ലാൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ള അക്രമത്തിലേക്ക് അവർ പോയി. ഇതിനൊക്കെ തുടർന്നാണ് അവർ വാച്ചർവാർഡ് പ്രതിരോധത്തിലേക്ക് പോയത്. പക്ഷേ എന്നിട്ടും സഭയിൽ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചത്. 2 തവണ സഭ സ്പീക്കർ നിർത്തിവെച്ചു. അതിനുശേഷവും പ്രതിപക്ഷം വഴങ്ങിയില്ല. ഇന്നും സമാനാവസ്ഥയിലേക്ക് കേരള നിയമസഭ പോകാനാണ് സാധ്യത. മനു.